അന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ഗെയിമുമായിട്ടാണ് ടാക്സി ബോസ്. നമുക്ക് കളി നടത്താം. നമ്മളിതിലൊരു പക്ക നൂബ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു നൂബാണ്. എൻ്റെ പേര് നാഫി എന്നാണ്. ഇത് റോബ്ലോക്സിലുള്ളൊരു ഗെയിമാണ്. അപ്പം എല്ലാവരും ലൈക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് ഇവിടെയുള്ള ഏറ്റവും അടിപൊളി കാർസാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത് ഇവരാണ്. ഏറ്റവും സ്പീഡിൽ ഇവിടെ അച്ചീവ് ചെയ്യുന്നത് ടോപ്പ് ഡ്രൈവ് ഓൾ ടൈം. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ മീറ്റർ കവർ ചെയ്ത ഒരു ഇതാണ് ഇവിടെ നോക്കണം നമ്മൾ. ഇവനാണ് ഒരു ദിവസത്തെ മീറ്റർ എന്നുള്ള കണക്ക് പൊട്ടിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടെയുള്ള 2 റേസ് കാർസ്. ടാക്സി ബോസുകളാണ് ഇവര്. ഇനി ഇവരെ റേറ്റിംഗ് നമ്മൾ നോക്കണം. മാത്രം നോക്കിയാൽ 9 റേറ്റിംഗ്. ടാക്സി ബോസ് നേരിട്ട് ഇവിടെ ഉണ്ടാവും. ഒരു ടോപ്പ് ഡ്രൈവർ ടുഡേ. ഇവരാണ് ഒരു ദിവസം ഇവിടെ ഫുള്ള് മൊത്തത്തിൽ ഓടിയിട്ട്. ഇത് മറ്റവരൊക്കെ മൊത്തത്തിൽ ഓടിയിട്ടാണ് ഇവർ ലിസ്റ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ ഫോട്ടോ വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഇതാക്കണം. അതിൽ ഞാൻ ഇപ്പോഴത്തെ കുറച്ച് വണ്ടികൾ മേടിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ക്ലാസിക് കാറാണ് ഈ കാണുന്ന ഒരു ഹഡ്ഡി വാസ് എന്ന് പറയുന്ന ഒരു കാറ്. ഇതൊരു ക്ലാസിക് മോഡലിൽ കൊണ്ടുനടക്കാൻ ഭയങ്കര വൈബുള്ളൊരു കാറാണ്. ഓടിക്കാൻ മാത്രം എടുക്കണം. പിന്നെ ഇതൊരു വൈബ് കാറാണ്. എക്സ്പ്ലോർ ചെയ്യാൻ, സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇതൊരു വൈബാണ്. പിന്നെ എനിക്കൊരു കമ്പനി ഉണ്ട്. കമ്പനീൻ്റെ പേര് മിസ്റ്റർ മലയാളി എന്നാണ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സിൻ്റെ കമ്പനിയാണ്. അതിലൊന്നാണ് ഈ കാണുന്ന ഡ്രൈവറാണ് ഇത് ഓടിക്കുന്നത്. ഒരു കസ്റ്റമറിനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അവരുടെ മെയിൻ ജോലി. റേറ്റിംഗ് കൂടിയ കാറുകൾ ഇതൊക്കെ ചോദിച്ച കാറുകളാണ്. നമുക്ക് റേറ്റിംഗ് കൂടിയ കാറുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ക മോഡിഫൈഡ് ആണ്. എൻ്റെ ഗ്യാരേജാണ് ഈ കാണുന്നത്. ഇതല്ല അതിൻ്റെ അപ്പുറത്തുള്ള ഞങ്ങൾക്കൊന്ന് വന്നിട്ടുള്ള നമ്മൾ ഇവിടെ സെർച്ച് ചെയ്തേക്കും. ഇതിൽ കാറ് കമ്പനിയിൽ നോക്കാൻ 4 ആൾ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഗായ്സ് അവന് മിസ്സായി ഗായ്സ്. ഇതിൻ്റെ അപ്പം നമ്മൾ ഈ GD പഴയ വണ്ടിയിട്ട് എല്ലായിടത്തും പോവാം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ കാറുകൾ അപ്ഗ്രേഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നൊരു കാറാണ് ഇപ്പോൾ ഇൻയൂസിലിട്ട ഈ ഒരു കാറ്. ഈ ഒരു അൾട്ടിമ പറഞ്ഞ കാറാണ് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഈ 46 വന്നു. ഇത് സിൽവിയ വന്നു. ഇതിൻ്റെ മുന്നേ നിസാൻ്റെ ഇത് വന്നിട്ടുണ്ട്, O42S പറഞ്ഞൊരു മോഡല്. പിന്നെ അതിന് ശേഷം വന്നതാണ് ഈ ഡോഡ്ജ്. പിന്നെ അതിൻ്റെ ശേഷം GTR. പിന്നെ ഇതൊക്കെ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയാണ് ഈ നിസാൻ 350Z. ഈ നമ്മൾ ഈ ഒരു അംബാസഡർ കാറും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതിന് ശേഷം ഈ
ഈ നിസാൻ 350Z ശേഷം എനിക്ക് ഒരു നല്ലൊരു റേറ്റിങ്ങുള്ള വണ്ടി മീൻസ് എൻ്റെ കയ്യിലുള്ള ഫുള്ള് 4.1 ആണ് ഏറ്റവും കൂടുതൽ റേറ്റിങ്ങുള്ള അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി. അപ്പം ഞാൻ എന്ത് കാട്ടി, ഞാൻ 4.1 റേറ്റിങ്ങുള്ള കാറാണ് അന്ന്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലക്ഷറി വാൻ എടുത്തു. പിന്നെ നല്ല പൈസ ഉണ്ട്. ഞാൻ ഇതിന് ഒരു ദിവസം കുത്തിയിരുന്ന് കളിച്ചു. പിന്നെ 3 ദിവസം കൊണ്ട് കളിച്ചുണ്ടാക്കിയതെങ്കിലും എന്നിട്ട് നല്ലൊരു സ്പീഡുള്ള കാറാണ്. ഇത് 4.5 ആണ് റേറ്റിംഗ് കിട്ടുന്നത്. പക്ഷേ ഞാൻ 4.8 ആക്കി. ഫുൾ മോഡിഫൈഡ് 8.5 നമുക്ക് കിട്ടി. ഞാൻ ഫുൾ മോഡിഫൈ ചെയ്തു. ലക്ഷറി സീറ്റ്സ് ഫുള്ള് ഉണ്ട്. ഉള്ളിൽ കാണുമ്പോൾ എന്ത് ലക്ഷറി എന്ന് തോന്നുമെങ്കിലും ഇതൊരു ലക്ഷറി ആയിട്ട് നമുക്ക് കണക്കാക്കണം. ഇതൊരു അടിപൊളി സ്പീഡ് വാനാണ്. ഞാൻ ടോപ്പ് സ്പീഡ് വരുന്നത് 150 km/h സ്പീഡിൽ ഇത് മാക്സിമം സ്പീഡ് സ്റ്റോക്ക് കണ്ടീഷനിൽ നമുക്ക് 80 വരുന്നത്. നമുക്കിവിടെ ഓരോരുത്തരെ കൊണ്ടുപോകാൻ ഇങ്ങനെ ഓരോ റേറ്റിംഗ് ആണ്. ആ റേറ്റിംഗ് അനുസരിച്ച് നമ്മൾ വണ്ടി ഏതാണ് നമ്മൾ നോക്കാം. നല്ല റേറ്റിംഗുള്ള ആൾക്കാർക്ക് നല്ല വണ്ടി വേണ്ടി വരും, നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഈ റേഞ്ച് റോവർ ഇതൊരു സ്നാക്സ് ബാഗിൻ്റെ കമ്പനിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു അടിപൊളി സീക്രട്ട് സ്ഥലമാണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എനിക്കത് ഇനി കൂടുതൽ വീഡിയോസ് ഇടാൻ പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും ലൈക്കും ചെയ്യാനും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരാളെടുക്കാൻ പോവാണ്. ഇതിനൊരു ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു ഗെയിമിങ്ങിൽ ടൈം എന്നൊരു ഇതില്ല. പക്ഷേ മേലെ നമ്മൾ കൊണ്ടുകൊടുക്കുന്ന എത്ര ഫാസ്റ്റിലും എത്ര സുഖത്തിലോ എന്നുള്ള റേറ്റിങ്ങിന് നമുക്ക് അതിലൊരു പോയിൻറ്റിൻ്റെ ഇതുണ്ട്. കണ്ടാൽ നമുക്കിപ്പോൾ അതിന് സ്പീഡിന് പോയി അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യം നടക്കും. റേറ്റിംഗ് മോഡൽ നമുക്ക് ടൈമിങ്ങിനൊന്നുമില്ല. ടൈമിങ് ഇതിൽ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുന്നില്ല. നമുക്കിതിൽ ഓരോ റിവാർഡ്സ് കിട്ടും. ഇത് നല്ലൊരു അടിപൊളി റിവാർഡ്സ് ഉണ്ടാവും, കുഴപ്പമില്ലാത്ത റിവാർഡ്സ് ഉണ്ടാവും. ചിലതിലൊക്കെ പൈസ വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. നമ്മൾ ഇന്ന് കാർ ഗെയിംസും ഫൺ ഗെയിംസുമായിട്ട് എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഞാൻ വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഞാൻ ആ ഒരു കാറ് കാണിച്ചു. നമുക്കിവിടെ തോനെ ഇതുണ്ട്. സീക്രട്ട് 4 ഉണ്ട്. ഇതിലൊന്നാണ് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എവിടെയെന്ന് അറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങളും നിൽക്കാം. നമുക്ക് ഹൈവേ റോഡിലേക്ക് പോകാം. ഹൈവേ റോഡിൽ കയറി കഴിഞ്ഞാൽ വേഗം നമുക്ക് എത്താം.
നമ്മളിന്ന് പോകാൻ പോകുന്ന ഒരു സീക്രട്ട് എയർപോർട്ടാണ്. സീക്രട്ട് അല്ല, പബ്ലിക് എയർപോർട്ട് തന്നെയാണ്. സീക്രട്ട് സ്ഥലങ്ങളുണ്ട് അതിനുള്ളിൽ. ആ ഒരു എയർപോർട്ടിൽ തന്നെ ഒരു ബോസ് എയർപോർട്ട് എന്നാണ്. അപ്പോൾ ടെർമിനൽ ടെർമിനലിലേക്ക് കയറാൻ റിയൽ എയർപോർട്ടിൻ്റെ പോലെയാണ് സിസ്റ്റം വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ആൾക്കാർ കാണാനില്ല. ഇതൊരു പറഞ്ഞൊക്കെയാണ്. ഇതാണ് ബോസ് എയർപോർട്ട്. ഈ എയർപോർട്ടിനുള്ളിൽ ഒരു സീക്രട്ടിൻ്റെ സ്ഥലമുണ്ട്. ഇതൊരു വലിയൊരു എയർപോർട്ടാണ്. ഇതിൽ നല്ല ലക്ഷറി ആൾക്കാർ, ഇതിൽ ഇപ്പോൾ ഈ ആളിൻ്റെ ആൾക്കാരാണ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കും. നമുക്കപ്പോൾ പ്രൈവറ്റ് ടെർമിനലിലേക്ക് വരിക. അതാണ് നമുക്ക് പ്രൈവറ്റ് ടെർമിനൽ എഴുതിയിട്ട് അവിടെ പിന്നല്ലേ നമ്മളെ വിഷയം ഇതാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് തോന്നെ പൈസയും ഗോൾഡും ഒക്കെ ഉണ്ടാവും. ഇവിടെ നല്ല പ്രൈവറ്റ് ജെറ്റുള്ള ആൾക്കാർ കാര്യങ്ങളുണ്ട്. പ്ലസ് റേറ്റിങ്ങും ഉള്ള ആൾക്കാർ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ രണ്ടാൾക്കാരുടെ തുറക്കുള്ളൂ. അതായത് അങ്ങനെ ഇവിടെ 4 ഉണ്ട്. 4 എവിടെയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നാളെ ഞാനൊരു പുതിയ ഗെയിമും വീഡിയോയുമായിട്ട് വരുന്നതിന് ബൈ. ലൈക്ക് ഷെയർ ചെയ്യണേ.